വഖഫ് ബില്ലിൽ രാജ്യം മുഴുവൻ പ്രക്ഷുബ്ധമാകുമ്പോൾ യു.പിയിൽ നിന്നും വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളാണ്. എങ്ങനെയാണ് ഈ വഖഫ് ബോർഡിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ഒരേ ഒരു മുഖ്യമന്ത്രിയായി മാറുകയാണ് യോഗി ആദിത്യനാഥ്. വഖഫ് ബോർഡ് ഇപ്പോൾ യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥിന് മുന്നിൽ വെട്ടിലായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതായത് യു.പിയിൽ നിന്നും അവിശ്വസനീയമായ വാർത്തകളാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ യു.പിയിൽ ഈ വഖഫ് നിയമം വന്നപ്പോൾ യോഗി ആദിത്യനാഥ് ചെയ്ത ഒരു കാര്യമുണ്ട്. യോഗി ആദിത്യനാഥ് ചെയ്തത് 1952 ജൂലൈ 1 റവന്യൂ രേഖകൾ എടുക്കുക എന്നുള്ളതാണ്. ഈ റവന്യൂ രേഖകളിൽ കാറ്റഗറിയായി ഭൂമികൾ തിരിച്ചിട്ടുണ്ട്. കാറ്റഗറി 1, കാറ്റഗറി 5, കാറ്റഗറി 6 എന്നിങ്ങനെയുള്ള രീതിയിൽ ഭൂമി തിരിച്ചിട്ടുണ്ട്. ഈ കാറ്റഗറി 1 എന്ന് പറയുന്ന ഭൂമിയിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഭൂമിയാണ് യഥാർത്ഥത്തിൽ സ്വകാര്യ ഭൂമി എന്ന് പറയുന്നത്. ഈ സ്വകാര്യ ഭൂമിയാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് വഖഫ് ബോർഡിന് നൽകാനായി സാധിക്കുക. അതായത് എനിക്ക് എൻ്റെ ഭൂമി മാത്രം നൽകാം, മറ്റൊരാളുടെ ഭൂമി നൽകാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ശേഷം യോഗി ആദിത്യനാഥ് ചെയ്തത് ഈ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുന്ന സ്വത്തുക്കൾ എല്ലാം തന്നെ സ്വകാര്യ ഭൂമിയാണോ എന്ന് പരിശോധിക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. യു.പിയിൽ ഏകദേശം 1.10 ലക്ഷം വഖഫ് സ്വത്തുകൾ ഉണ്ടെന്ന് സർക്കാർ തലത്തിൽ തന്നെ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ 1.10 ലക്ഷം വഖഫ് സ്വത്തുക്കളിൽ യഥാർത്ഥത്തിൽ സ്വകാര്യ ഭൂമി ഉണ്ടോ അല്ലെങ്കിൽ സ്വകാര്യ ഭൂമിയാണോ എന്നുള്ള പരിശോധനയിൽ കണ്ടെത്തിയത് 50ഓളം ജില്ലകളാണ് പരിശോധന നടത്തിയത്. ഈ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ഈ റിപ്പോർട്ട് യോഗി ആദിത്യനാഥ് വെറുതെ അങ്ങ് പരിശോധിക്കാൻ വിട്ടതല്ല. ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനമൊട്ടാകെ അന്വേഷണം നടത്തിയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ റെക്കോർഡ്സ് അനുസരിച്ച് കാറ്റഗറി 1 പെടുന്ന വഖഫ് ഭൂമി അല്ലാതെ 30,000-ഓളം സ്വത്തുക്കളാണ് ഇപ്പോൾ വഖഫ് അല്ലാതെ അവിടെ വഖഫിനായി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അതായത് കാറ്റഗറി 5, 6 എന്നിങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുന്ന ഭൂമിയും അവിടെ വഖഫ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി 5, 6 പെടുന്ന ഭൂമി തരിശുഭൂമി, മേച്ചിൽപ്പുറം, വനഭൂമി, കുളം, ഗ്രാമസഭയുടെ ഉപയോഗഭൂമി, പോരാത്തതിന് ശ്മശാനം പോലും വഖഫ് ബോർഡിനായി പല ആൾക്കാരും ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഭൂമികളെല്ലാം കാറ്റഗറി 5-ലും 6-ലും പെടുന്നതാണ്. കാറ്റഗറി 1 പെടുന്ന സ്വകാര്യ ഭൂമിയാണ് വഖഫ് ചെയ്യാനുള്ള യഥാർത്ഥത്തിലുള്ള അനുമതിയുള്ളത്. അങ്ങനെ 1.10 ലക്ഷം വഖഫ് സ്വത്തുകളിൽ 30,000 സ്വത്തുക്കൾ ഈ കാറ്റഗറി 5-ലും 6-ലും വരുന്നതാണ് എന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ സ്വത്ത് സ്വകാര്യമല്ല എന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ പറയുന്നത്. ഗ്രാമസഭയുടെ ഭൂമിയും സ്വകാര്യ മറ്റ് ശ്മശാനങ്ങളും അടക്കം ചെയ്തിട്ടുണ്ട്. മുസ്ലിം മതത്തിൽ യാതൊരു വ്യവസ്ഥയുമില്ലാതെ ശ്മശാനം പോലും വഖഫ് സ്വത്തായി രേഖപ്പെടുത്തിയതിൽ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഉയരുന്നുണ്ട്. ഇനി 75 ജില്ലകൾ, ഇപ്പോൾ 50 ജില്ലകളുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി 75 ജില്ലകളിലെയും റിപ്പോർട്ടുകൾ വരുമ്പോൾ രേഖകളിൽ തെറ്റായി ഉൾപ്പെടുത്തിയ വഖഫ് സ്വത്തുക്കളുടെ എണ്ണം 40,000-ഓളം കടന്നു പോകും എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ ഇപ്പോൾ പല ആൾക്കാരും, പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. അങ്ങനെ വഖഫ് ബോർഡിന് യഥാർത്ഥത്തിൽ എന്താണ് ഈ വഖഫ് സ്വത്തുക്കൾ എന്ന് അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ യോഗി കൃത്യമായി അവിടെ നടപടിയെടുത്തിരിക്കുകയാണ്. വഖഫ് ബോർഡ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.